തിരുവനന്തപുരം പനച്ചമൂട് പഞ്ചാങ്കുടിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്ന സംശയം 3 ദിവസം മുൻപ് കാണാതായ പ്രിയംവദയുടെ മൃതദേഹം സമീപ വീട്ടിൽ കുഴിച്ചിട്ടു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. പോലീസ് കസ്റ്റഡിയിലെടുത്ത വിനോദ് എന്നയാൾ കുറ്റം സമ്മതിച്ചെന്ന് സൂചനയുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? അലക്സ്. ഉന്മേഷ, ഇത് വെള്ളറ പനച്ചമൂട് പഞ്ചാങ്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ഈ പ്രദേശത്ത് കാണാം, ഒരു 3-4 വീടുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഈ പ്രദേശത്ത് കാണാം. ഇവിടെയാണ് ഈ സംശയിക്കുന്നത്, അതായത് നാട്ടുകാരും അതുപോലെ തന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു വയോധികയും സംശയിക്കുന്നത് ഈ വീട്ടിനകത്ത്, അതായത് ഈ വീടിൻ്റെ പരിസര പ്രദേശത്ത് ഈ തൊട്ട് സമീപത്ത് താമസിക്കുന്ന ഒരു 48 വയസ്സുകാർ, പ്രിയംവദ എന്നാണ് അവരുടെ പേര്, അവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായി സംശയിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തൊട്ട് മുന്നിൽ, അതായത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീട്ടിൽ താമസിക്കുന്ന ആളാണ് ഈ സംശയിക്കപ്പെടുന്ന വ്യക്തി. വിനോദ് എന്നാണ് അയാളുടെ പേര്. ഈ വിനോദും ഈ പറഞ്ഞ പ്രിയംവദയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിൽ തർക്കവും നിലനിന്നിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് രൂപ അയാൾക്ക് നൽകാനുണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിലുള്ള തർക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് പ്രിയംവദയെ കാണാതായത്. പ്രിയംവദ ഈ കാണുന്ന വീടിന് തൊട്ട് പുറകിലാണ് പ്രിയംവദയുടെ വീട്. അവരവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പെൺമക്കളാണ്. അവരെ നേരത്തെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്നു. ഭർത്താവുമായി നേരത്തെ വേർപിരിഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ വന്ന് നാട്ടുകാരിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം അങ്ങനെ അവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. 3 ദിവസം മുമ്പ് ഇവരെ കാണാതായി. പക്ഷേ ഇന്നലെയാണ് ഇവിടെ, അതായത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന വിനോദിന്റെ അമ്മായി, അവരാണ് ഇന്നലെ ഈ സംശയത്തിനിടയാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ കണ്ടത്. അവർ ഈ വീട്ടിൽ ഒരു സ്ത്രീയുടെ എന്ന് സംശയിക്കുന്ന ഒരു കൈപ്പാദം അവർ കാണുന്നു. തുടർന്ന് അവരാണ് ഈ പള്ളിയിലെ വികാരിയെയും തുടർന്ന് പള്ളിയിലെ വികാരി പോലീസിലും ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി വിനോദിനെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. ഈ അമ്മായി ഇത് കണ്ടു എന്ന സംശയത്തെ തുടർന്ന് തന്നെ വിനോദ് ഇന്ന് രാവിലെ വിനോദിന്റെ സഹോദരൻ സന്തോഷിനെ കൂടി വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് മറവ് ചെയ്യാൻ, അതായത് വീട്ടിനുള്ളിലുണ്ടായിരുന്ന മൃതദേഹം മറവ് ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചു എന്ന് വേണം മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് മണ്ണൊക്കെ എടുത്തതായി കാണുന്നുണ്ട്. എന്താണെങ്കിലും അതിന്റെ മറ്റു നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. വിനോദും ഈ സന്തോഷും അവർ സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. അവർ ഇപ്പോൾ വെള്ളറ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വെള്ളറ പോലീസ് അവരെ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ ഈ വിനോദ് ഈ കുറ്റകൃത്യം, അതായത് താൻ ഈ സ്ത്രീയെ കൊലപ്പെടുത്തി എന്ന് വിനോദ് സംശയിച്ചതായാണ് ലഭിക്കുന്ന സൂചന. അത്തരത്തിൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ സാമ്പത്തിക ഇടപാടടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും സംശയിക്കപ്പെടുന്ന, നാട്ടുകാരടക്കം സംശയിക്കുന്ന ഈ സ്ഥലത്ത് ഇനി മറ്റു പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതായത് ഇവിടെയാണ് ആ സ്ത്രീയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതെങ്കിൽ ആ പരിശോധന കൂടി ഇനി നടക്കേണ്ടതുണ്ട്. അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും, ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ കുഴിയിലാണ്, അതായത് വീടിന് പുറത്താണ്, വീടിന് സമീപത്തോട് ചേർന്ന് അല്ലെങ്കിൽ വീടിനകത്താണോ ഇവിടെ നമുക്കറിയില്ല. അതെവിടെയാണെങ്കിൽ പോലീസ് അവിടേക്ക് എത്തി ഈ മൃതദേഹം വീണ്ടെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. എന്താണെങ്കിലും വലിയ രീതിയിൽ നാട്ടുകാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആളാണ് കേട്ടോ. അല്ല, ഈ പ്രദേശത്തുള്ളതല്ല. ഈ പ്രദേശത്തുള്ള ആളാണോ? 4-5 കിലോമീറ്റർ. ഈ പ്രതിയൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? അത് അറിയില്ല. ഇതെപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ വിവരം അറിഞ്ഞത്? എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ കുറച്ച് മുമ്പാണ് അറിഞ്ഞത്. അത്തരത്തിൽ നാട്ടുകാരും ഇത് അല്പം മുമ്പ് മാത്രമാണ് ഈ വിവരം അറിഞ്ഞത്. 3 ദിവസം മുമ്പ് ഈ സ്ത്രീയെ കാണാതായതാണ്, പ്രിയംവദയെ കാണാതായതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 48 വയസ്സാണ് ഇവർക്ക്. ഈ വന്നു നിൽക്കുന്നതൊക്കെ ഈ വാർത്ത അറിഞ്ഞ്, വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയവരാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. ഈ മൃതദേഹം ഇവിടെ ഉണ്ട് എങ്കിൽ പോലീസും അത് സംശയിക്കുന്നുണ്ട്. കാരണം ഈ പ്രതി പോലീസിനോട് കുറ്റം സംബന്ധിച്ചതായുള്ള വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കും. ബാക്കി ഉദ്യോഗസ്ഥരടക്കം, റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം അല്പസമയത്തിന് ഇവിടെ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുന്നു. ഉന്മേഷം, ശരി. ഏതായാലും പോലീസിന്റെ കസ്റ്റഡിയിൽ 2 പേരുണ്ട്. അതിൽ ഒരാൾ കുറ്റം സമ്മതിച്ചു എന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി പോലീസിന് അവിടെ എത്തി മൃതദേഹം അത് കണ്ടെടുക്കേണ്ടി വരും, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. അലക്സ് റാം മുഹമ്മദാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.